യുറേഷ്യയിൽ മാഗ്പൈ എന്ന പേരുള്ള ഒരു കുഞ്ഞു പക്ഷിയുണ്ട്. കറുപ്പും വെളുപ്പും തൂവലൊക്കെ ആയിട്ട് ഒരു ചെറിയ പക്ഷി. ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഹാബിറ്റാണ്, അതിൻ്റെ കൺമുന്നിൽ വരുന്ന ഏത് വസ്തുവും അത് കൊത്തി നോക്കും, അത് കഴിക്കും. മിക്കവാറും തിളക്കമുള്ള വസ്തുക്കളോടാണ് കൂടുതൽ താല്പര്യം. ചിലപ്പോൾ മെറ്റൽ പീസസ്, തിളക്കമുള്ള ടൈലിൻ്റെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ കണ്ണാടി കഷ്ണങ്ങൾ, ഇതൊക്കെ സ്വന്തം കൂട്ടിക്കൊണ്ടുവെക്കും. ഇതൊക്കെ കഴിക്കുകയാണ് ഈ ഒരു പക്ഷിയുടെ ശീലം. ഇതേപോലുള്ള ശീലമുള്ള ചില കുട്ടികളെയും നമ്മൾ കണ്ടിട്ടില്ലേ? ഇഴഞ്ഞു തുടങ്ങുന്ന പ്രായമാകുമ്പോഴേക്കും അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പുറകെ കൂടും. അയ്യോ അത് വായിലിടലേ, ഇത് വായിലിടലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പോകുന്ന വഴിക്ക് കൈ കിട്ടുന്ന ചിലപ്പോൾ പ്രാണികളായിരിക്കും, അല്ലെങ്കിൽ മണ്ണോ കല്ലോ എന്തും വായിലിട്ട് നോക്കും. അതൊക്കെ കഴിക്കാനും ഒരു ഇഷ്ടം ചില കുട്ടികൾ കാണിക്കാറില്ലേ? ഇതവർ വളർച്ചയുടെ ഭാഗമാണ് ഒരു 1.5 വയസ്സ് വരെ. കാരണം നമ്മുടെ ചുറ്റിനുള്ള ലോകം അവരറിയുന്നത് ഇങ്ങനെയുള്ള വസ്തുക്കൾ തൊട്ട് നോക്കിയും തലോടി നോക്കിയും വായിൽ വെച്ച് നോക്കിയൊക്കെയാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്നാൽ 1.5 വയസ്സിന് ശേഷം, ചിലപ്പോൾ ഒരു 2 വയസ്സ് കഴിയുമ്പോൾ ഒരു 6 വയസ്സ് വരെയും ചില കുട്ടികൾ ഇത് കാണിക്കാറുണ്ട്. ഇത്ര ചെറിയ അളവിലല്ല, ഒരു വലിയ അളവിൽ തന്നെ കഴിക്കാനും ആ കൂട്ടത്തിൽ തന്നെ അമ്മ കൊടുക്കുന്ന സാധാരണ ഭക്ഷണം അവർ കഴിക്കാതെ ഒഴിവാക്കാനും ചാൻസ് ഉണ്ട്. ഈ കുട്ടികൾ എന്തൊക്കെയാണ് കഴിക്കാൻ നോക്കാം. ചോക്ക്, അല്ലെങ്കിൽ മണ്ണ്, കല്ല്, ചിലപ്പോൾ മുടി, ചിലപ്പോൾ ഈ മതിലിൽ നിന്ന് ചുരണ്ടിയിട്ട് പെയിൻറ്റിൻ്റെ ചിപ്സ്, ഇങ്ങനെയുള്ള ഐസിൻ്റെ കഷ്ണം, പച്ചയ്ക്ക് അരി, ഇങ്ങനെയുള്ള പലതും കുട്ടികൾ കഴിക്കും. ഈ ഒരു കണ്ടീഷനെ മെഡിക്കൽ ഫീൽഡിൽ പൈക്ക എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ബേർഡിൻ്റെ ഒരു വിളിപ്പേരാണ് പൈക്ക. ഹായ്, ഞാൻ ഡോക്ടർ സനീറ. ഞാൻ നോർത്ത് പറവൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് പൈക്ക എന്ന കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പൈക്ക കുട്ടികളിൽ മാത്രമല്ല കാണാറ്, ചിലപ്പോൾ ഗർഭിണികളിൽ കാണാറുണ്ട്, മാനസികാരോഗ്യ പ്രശ്നമുള്ളവരിൽ കാണാറുണ്ട്. ഗർഭിണികൾ ചില നേരങ്ങളിൽ മസാല ദോശ കഴിക്കാൻ തോന്നുന്നു, ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ? അതേപോലെ ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ ചിലപ്പോൾ ചില അഴുക്ക്, അതായത് ഓടയിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുക, അങ്ങനെ എന്താണ് കഴിക്കാൻ യോഗ്യമായത്, എന്താണ് ഭക്ഷ്യയോഗ്യമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസരത്തിലും ഇതേപോലെ പൈക്ക കാണിക്കാം. പൈക്ക എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്ത, പോഷകമൂല്യമില്ലാത്ത, ഒരു രുചിയുമില്ലാത്ത വസ്തുക്കളെ കഴിക്കുന്നതിനെയാണ് പൈക്ക എന്ന് പറയുന്നത്. കുട്ടികളിൽ ഒരു 2 വയസ്സിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. കാരണം അവരുടെ ശരീരവും മനസ്സും എന്തൊക്കെയോ കുറവുകളുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സിഗ്നൽ തരുന്നതാണ് ഈ ഒരു കണ്ടീഷനിലൂടെ. ഏതൊക്കെ അവസ്ഥയിലാണ് ഇത് കാണുന്നതെന്ന് നോക്കാം. കുട്ടികളുടെ ശരീരത്തിൽ മിനറൽ ഇംബാലൻസ്, ചില ധാതുക്കളുടെ, അതായത് അയണോ സിങ്കോ കാൽഷ്യം ഇങ്ങനെയുള്ളതിൻ്റെ കുറവ് കണ്ടു കഴിഞ്ഞാൽ അവർ ചില പ്രത്യേക രീതിയിലുള്ള വസ്തുക്കളോട് ഇതേപോലെ ഒരു ക്രേവിങ് കാണിക്കാം, കഴിക്കാനുള്ളൊരു ഇഷ്ടം കാണിക്കാം. ചിലപ്പോൾ ചില കുട്ടികളിലെ അവരുടെ ദഹന വ്യവസ്ഥ തകരാറിലാണെങ്കിൽ, അതായത് ഏതെങ്കിലും രീതിയിൽ മലബന്ധം, വയറിളക്കം, ചിലപ്പോൾ വിരയുടെ ശല്യം, ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ഡൈജസ്റ്റീവ് ഡിസീസസ് ഉള്ള കുട്ടികളിലും ഈ പൈക്ക എന്ന് പറയുന്ന കണ്ടീഷൻ കാണാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് അവർ വളരുന്ന സാഹചര്യത്തിൽ, ആ വീട്ടിലെ ചുറ്റുപാടിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, കൂടുതലായി ശാസനയോ വഴക്കോ ഒക്കെ കേട്ട് വളരുന്ന കുട്ടികൾ, ചിലപ്പോൾ അമ്മയിൽ നിന്ന് അകന്ന് വളരേണ്ട കുട്ടികൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്കൊരു കംഫർട്ട് സീക്കിംഗ് ബിഹേവിയർ, അവരുടെ മനസ്സ് കാമാക്കുന്ന ഒരു ബിഹേവിയറാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ചില വസ്തുക്കളോട് അവർ കാണിക്കുന്ന ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഇഷ്ടം. പിന്നെ നാലാമതായിട്ട് ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, അതായത് ഓട്ടിസം, ADHD, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാനസിക വൈകല്യമോ ബുദ്ധി വളർച്ചയോ ഒക്കെ ഇല്ലാത്ത കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഭക്ഷ്യയോഗ്യം, എന്താണ് ഭക്ഷ്യയോഗ്യമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ളപ്പോഴും പൈക്ക അവരിലും കണ്ടുവരാറുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില കുട്ടികൾ ചിലപ്പോൾ മുടിയായിരിക്കും കഴിക്കുക, അത് കെരാറ്റിൻ അല്ലേ, അപ്പോൾ അത് വയറ്റിൽ ദഹിക്കാതെ ഒരു ഗോളം പോലെ ആയിട്ട് വയറ്റിൽ കുടലിൽ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ചിലപ്പോൾ കഴിക്കുന്ന പെയിൻറ് ചിപ്സിലെ ലെഡ് ചിലപ്പോൾ പോയ്സണിങ് ആയിട്ട് നാഡീവ്യൂഹത്തിനെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ കഴിക്കുന്നത് മണ്ണ്, കല്ല്, ഇതൊക്കെയാണെങ്കിൽ നിലത്ത് നിന്ന് വാരി കഴിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പാരസൈറ്റ്സ് കുട്ടികളുടെ ശരീരത്തിൽ കടന്നുകൊണ്ട് വിരശല്യം, അത് കാരണം വയറ്റിൽ നിന്ന് രക്തം വാർന്നു പോകാനും പിന്നീട് വളർച്ച ഉണ്ടാകാനും ഒക്കെ കാരണമാണ്. നമ്മൾ വീട്ടിൽ എന്തൊക്കെ കെയറാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയുള്ള വസ്തുക്കൾ, കുട്ടികൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന വസ്തുക്കൾ അവരെ കയ്യിൽ ലഭ്യമല്ലാതെ നമ്മൾ നോക്കുക. പ്രത്യേക പരിഗണനയും കെയറും കൊടുക്കുക. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ശാസിക്കാനും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കളിയാക്കാതിരിക്കാനും നോക്കുക. നമ്മൾ അതേപോലെ തന്നെ അവർക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഈ ധാതുക്കളുടെ മിനറൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക.
പിന്നെ വീട്ടിൽ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചതിന് ശേഷം ചില ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. വല്ലാതെയുള്ള വയറുവേദന, ഛർദിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള വിളർച്ച, കുട്ടികൾ ശരിയായ രീതിയിൽ പൊക്കവും വണ്ണവും വെക്കാതിരിക്കുക, പിന്നെ ആ രീതിയിൽ അപകടകരമായ സിഗ്നൽസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഡോക്ടറിനെ കാണിക്കണം. കാരണം നമുക്കിത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റ് പറയാൻ ചാൻസ് ഉണ്ട്, പിന്നെ വയറ്റിൽ എന്തെങ്കിലും കുടലിന് തടസ്സം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിലൂടെ നമുക്കിത് ഏതെങ്കിലും അപകടാവസ്ഥയിലോട്ടാണോ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരായ ചികിത്സ കൊടുക്കാൻ പറ്റും. ഒരു ഹോമിയോപ്പതിയിൽ നമ്മളുടെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഏതൊക്കെ വസ്തുക്കളോടാണ് പ്രത്യേകിച്ച് ക്രേവിങ് കാണിക്കുന്നത് അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള മെഡിസിൻ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിലുള്ള ആ ഒരു ഇമോഷണൽ ട്രോമയോ എന്തെങ്കിലും സങ്കടമുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ കേസ് ടേക്കിങ്ങിലൂടെ അതും കൂടെ പരിഗണിച്ചുകൊണ്ട് കുട്ടിയുടെ പ്രകൃതം നോക്കിക്കൊണ്ട്, പിന്നെ മിനറൽ ഇംബാലൻസുകൾ ഏതൊക്കെ വസ്തുക്കളുടെ കുറവാണ്, അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ അനീമിയൊക്കെ കൊടുക്കുന്ന മരുന്നുകൾ, അങ്ങനെ ആ രീതിയിൽ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പരിഗണിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ കൊടുത്തുകൊണ്ട് നമുക്കിത് മാറ്റാൻ പറ്റും. ഇതെന്ന് പറയുന്നത്, ഈ പൈക്ക എന്ന് പറയുന്നത് ഒരു അപകടകരമായ കണ്ടീഷനല്ല, പക്ഷേ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു കുറവുണ്ടെന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഇൻഫോർമേഷനായിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.